കോൺഗ്രസ് നേതാക്കൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആത്മഹത്യ ചെയ്ത വയനാട് DCC മുൻ ട്രഷറർ NM വിജയന്റെ കുടുംബം. സംരക്ഷണം ഏറ്റെടുത്ത പ്രിയങ്ക ഗാന്ധിയെ കാണാൻ പോലും അവസരം തരുന്നില്ല. 10 ദിവസങ്ങൾക്കകം പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടി വരുമെന്നാണ് കുടുംബത്തിന്റെ മുന്നറിയിപ്പ്. ഒപ്പമുണ്ടെന്ന് പ്രിയങ്ക ഗാന്ധിയും KPCC നേതൃത്വവും NM വിജയന്റെ കുടുംബത്തിന് നേരിട്ട് ഉറപ്പ് നൽകിയതാണ്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഫോൺ പോലും എടുക്കുന്നില്ലെന്നാണ് പരാതി. ബത്തേരിയിൽ വനം വകുപ്പ് ഓഫീസിൽ പ്രിയങ്ക ഗാന്ധി എത്തുന്നതറിഞ്ഞാണ് NM വിജയന്റെ മകനും കുടുംബവും എത്തിയത്. പ്രിയങ്കയെ കാണാൻ അനുമതിയില്ലെന്ന് ആദ്യം അറിയിച്ചെങ്കിലും പിന്നീട് കാണാമെന്ന് പറഞ്ഞ് ഓഫീസ് കോമ്പൗണ്ടിൽ പ്രവേശിപ്പിച്ചെങ്കിലും കാണാനായില്ല. ഞങ്ങൾ 2 പ്രാവശ്യമായിട്ട് ഇപ്പം മാഡത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ഇവരടുത്ത് ചോദിക്കുന്നു, തരുന്നില്ല. PA ഇന്നലെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ PA പറഞ്ഞ കാര്യം ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത മീറ്റിംഗ് ആണ്, അപ്പോൾ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പിള്ളേരെ കൊണ്ട് നമ്മളിപ്പോൾ റോഡിൽ വന്നിട്ട് ഇത് കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. ഓൾറെഡി നമ്മളുടെ കാര്യങ്ങൾ സംസാരിക്കാൻ ഈ പാർട്ടി ചുമതലപ്പെടുത്തിയ ഒരു MLA ഉണ്ട്, അവരടുത്ത് നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഈ മെയ് മാസത്തിൻ്റെ ഉള്ളിലും അവർ ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങൾക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. 2 കോടിയിലധികം രൂപയുടെ ബാധ്യത കുടുംബത്തിനുണ്ടെന്നും തങ്ങൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ IC ബാലകൃഷ്ണൻ MLA ആയിരിക്കും ഉത്തരവാദിയെന്നും NM വിജയന്റെ മരുമകൾ പത്മജ പറഞ്ഞു. 10 ദിവസത്തിനകം പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നും കുടുംബം വ്യക്തമാക്കി. 24 വയനാട്.